ഹലോ ഗൈസ്, ഇന്നും പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത് നമ്മളെ 50ാമത്തെ ദിവസമായിട്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്തില്ല. പിന്നെ നമ്മൾ എഫ് നമ്മൾ ഈ വഴി ഇങ്ങനെ ആക്കിയിട്ട് മേലെ മൂടിയാണ്. അപ്പം നമ്മൾ വില്ലേജ്മാർ ഇവിടെ വരും. നമുക്കില്ലൊരു ടോർച്ച് വേണം. നമ്മൾ പിന്നെ അയൺ ഫാമിൻ്റെ പ്ലാൻ കുറച്ച് ദിവസത്തേക്കാണ് മാറ്റിച്ചിട്ട് അതില്ലാതെ ബുദ്ധിമുട്ടുകാണ്. പക്ഷേ പ്രശ്നം 20 വില്ലേജസാണ് ബെഡ് റോക്ക് എഡിഷനിൽ വേണ്ടത്. അപ്പോൾ 20 വില്ലേജസ് പറയുമ്പോൾ കുറേ കാലം എഫ് നിൽക്കേണ്ടി വരും. നമുക്ക് പിന്നെ ഇവിടെ നട്ടേഷൻ മാത്രമല്ല 20 വില്ലേജസ് എന്തായാലും കുറേ നേരം എഫ് കേൾക്കേണ്ടി വരും. അപ്പം ഈ അടുത്തൊന്ന് ഞാൻ അങ്ങനെ നിൽക്കും തോന്നുന്നില്ല, അങ്ങനെ ഗെയിം കളിക്കാം. അതിനോട് നമുക്ക് അയൺ ഫാമിൻ്റെ പ്ലാനിങ് കുറച്ച് ദിവസത്തേക്ക് നീട്ടി വെച്ചത്. അത് വേഗത്തിൽ ഉണ്ടാക്കണം. അതന്നെ. പിന്നെ നമുക്ക് ടോർച്ചാണ് വേണ്ടത്. ടോർച്ച് ഇത്രക്ക് എന്തിനാണെങ്കിൽ വേണ്ട. നമുക്ക് ഇവിടെ നിന്ന് സ്പോൺ പ്രൂഫ് ആക്കണം. ഈ ഇതിൽ ഫുൾ ടൈം സ്കെൽട്ടനും ഒക്കെ വരും. അപ്പോൾ രാത്രി ജസ്റ്റ് ഒന്ന് സേഫ്. അപ്പോൾ പിന്നെ കുറച്ച് മരം തോന്നാത്ത നമ്മൾ മരം മുറിക്കുക അവിടെ വരെ പോകുകയാണ്. പിന്നെ മരം ഉണ്ടെങ്കിൽ ഒരു ഭംഗിയല്ലേ. ഇവിടെ ഒക്കെ പെട്ടെന്ന് സ്പോൺ ആയതുകൊണ്ട് വേഗം ഇവിടെ മറ്റേ ആർബറൊക്കെ ഉള്ള സ്കെൽറ്റൽ അപ്പോൾ തീ പിടിക്കില്ല. ഇനി ഒന്നും കൂടെ വയ്ക്കുള്ളൂ. നമുക്ക് ആ ബ്രീഡറിൻ്റെ അവിടെ വെക്കാണ്ട്. പിന്നെ ഫുഡിനായിട്ട് ഇപ്പം നമ്മൾ ബേക്കർ പൊട്ടച്ചാണ് കഴിക്കണേ, വേറെ ഒന്നുമില്ല. ഇപ്പം മെയിനായിട്ട് നല്ലൊരു കൗ ക്രഷർ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കൗ ക്രഷറിൽ കുറേ വീറ്റ് വേണം. ആ വീറ്റിന് വേണ്ടി നമ്മൾ പോയത്, പക്ഷെ കിട്ടിയിട്ടില്ല. മറ്റേ വില്ലേജിൽ രാത്രിയാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. വീട്ടിൽ വന്നിറങ്ങി. ഇനി നമുക്ക് നമ്മുടെ വില്ലേജ് ബ്രീഡറിന് ഇട്ട് പോകാം. പിന്നെ ഇത് സ്റ്റാർട്ട് ആവാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഇതാവട്ടെ നമ്മളെ നമുക്ക് വർക്കാവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ വില്ലേജിൻ്റെ ആവശ്യം ഒന്ന് കുഴിച്ചോട്ടെ. സംഭവം വർക്കാവണ്ടോ അറിയണമല്ലോ. ഇവിടെ ഒന്ന് കുഴിച്ചോ, ഇവിടേക്കൊന്ന് വെച്ചോട്ടെ. ഇവിടേക്കൊന്ന് ഗ്ലാസ് വെച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ വയ്ക്കോ ഇവരെന്താ കാട്ടണേ? കുറച്ച് സമയം ഫോണിൽ എടുക്കുക. ഫോൺ എടുത്തിട്ട് സ്ഥലം പണിക്കുമാൻ ഗ്ലാസ് കുടിച്ചിട്ട് അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഗ്ലാസ് എടുക്കാം. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ചെയ്യാം പറ്റല്ലേ. നമുക്ക് എന്നാൽ കുറച്ചൊരു എഫ് കെ നിൽക്കണ്ട. നമുക്ക് നമ്മുടെ ബേസ് ഒന്ന് കാണിച്ചാൽ നമുക്ക് നമ്മൾ കുറേ പേരല്ലേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചാൽ നമ്മളെ കോപ്പക്കോളാണ്. കോപ്പക്കോൾ എനിക്ക് ലക്ഷ്യം പിടിച്ച് ഇങ്ങനെ ജസ്റ്റ് വിട്ട് ഇങ്ങനെ പറഞ്ഞ് പ്രകടിപ്പിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പാലം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇട്ടില്ല. ആ എപ്പിസോഡിൽ തന്നെ ഒരു പാലം ഉണ്ടാക്കി. പിന്നെ ഒരു എക്സ്പ്ലോറിങ്ങിന് പോയിട്ട് അങ്ങനത്തെ കുറച്ച് ഗോൾഡൻ ആക്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്ന് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഇതാണ് വില്ലേജൊക്കെ ഉണ്ടാവല്ലോ. ഇനി നമുക്ക് വരുന്ന ഒരു കാര്യം ചോദിച്ചാൽ ഒരു ഫുഡ് ഫാം വേണം. ഫുഡിന് വേണ്ടി ഇപ്പം നമുക്ക് ഈ ഷീപ്പിന് അതിന് ബ്രീഡ് കഴിക്കാൻ വേണ്ടേ. വേറെ എന്താ ഇപ്പോൾ സീഡ് ഉണ്ടാവുക. സീഡ് കോയിൻ മതി. പക്ഷെ കോയിനെ കൊണ്ട് വലിയ വിശപ്പം നടക്കില്ല. അതൊരു ഫുഡിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ എന്ത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കോളൊക്കെ ഒന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ താൽക്കാലികമായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ ആ തീരുമാനത്തിലെത്തി. നമ്മൾ തൽക്കാലം നെതറിലൊന്ന് പോയേക്കാം. പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ ഫാൻസി ആയിട്ട് ബിൽഡിംഗ് ബ്ലോക്ക് ഇട്ടാൽ നമുക്കൊരു ഡെക്കറേറ്റ് ചെയ്യാനൊരു ഇതാവും. അപ്പം കുറച്ച് കോളൊന്ന് മേടിച്ചേക്കും കൂടെ നമ്മളെല്ലാം കോള് ഫുള്ള് ടോർച്ച് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡയമണ്ട് വരുന്ന എത്തിയത്. ഡയമണ്ട് വില്ലേജിൽ നിന്ന് എത്തിയത്. അപ്പം നമുക്ക് ഡയമണ്ട് വില്ലേജിൽ നിന്ന് കിട്ടിയോണ്ട് നമുക്കിപ്പം എന്താ പറയുക ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കിപ്പം ഡയമണ്ട് പിക്കാക്സ് കിട്ടിയോണ്ട് തന്നെ നമുക്ക് ലാവ മൈൻ ചെയ്യാം. ഒബ്സിഡിയൻ മൈൻ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ ഫിഷ് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഇപ്പോൾ കിട്ടിയാണ് ഒരു റൂയിൻ്റെ പോർട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോർട്ടൽ കത്തിക്കാനുള്ളതായി ഇല്ലാണ്ട് വെള്ളം ഒഴിച്ചാൽ ഒബ്സിഡിയൻ കിട്ടും. അതിനൊക്കെയുള്ള സെറ്റപ്പാണ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇങ്ങനെ നെതർ പോർട്ടൽ എടുത്തിട്ട് നെതർ പോർട്ടലിലേക്ക് നെതർ വഴി പോർട്ടൽ വഴി നെതറിലേക്ക് പോകട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ ലാവപ്പൂൾ കണ്ടുപിടിച്ചില്ല. അപ്പം തൽക്കാലം ഞാൻ വിചാരിക്കണം ആ നെതർ പോർട്ടാണ്. ഇന്ന് ആ ഫുഡിന് വേണ്ടി എന്തെങ്കിലും ഫുഡ് കുഴിച്ചിടാണ് കലർത്തിയിട്ടുള്ളത്. ഇത്ര പോർക്കുണ്ടല്ലേ. ബീഫുണ്ട്. അപ്പം പിന്നെ കുഴിച്ചിടാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ലല്ലോ. പൊട്ടാറ്റോ 5 കൊണ്ട് ഒന്നാവില്ല. അതെ അണ്ടർഗ്രൗണ്ട് നോക്കട്ടെ. ഇവിടേക്ക് ഒരു ബ്ലോക്ക് ഒരു ബ്ലോക്ക് ഒന്ന് ഒഴിക്കാം. നമുക്ക് ഇതൊന്നും പകലല്ലോ. ലാഡർ ഉണ്ടോ? ലാഡർ ഉണ്ടാവേണ്ടതാണല്ലോ. ലാഡർ ഉണ്ടാക്കാൻ സ്റ്റിക്ക് മാത്രം മതി. ഞാനേ ഒരു പ്ലാനിങ്ങിലെത്തി. തൽക്കാലം നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് എല്ലാ ടൈപ്പ് ബിൽഡിംഗ് കൊണ്ടുവന്ന ഒരു ആലോചന. നല്ല ആലോചനയാണോ എങ്ങനത്തെയാണ് നിങ്ങളത് പറയട്ടോ. അണ്ടർഗ്രൗണ്ടിൽ ട്രീ ഫാർം, ഫുഡ് ഫാർം അങ്ങനത്തെ ഒക്കെ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുവന്നാലോ എന്നാണ് എൻ്റെ ഒരു ആലോചന. നിങ്ങൾ എൻ്റെ നിഗമനം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് പറയട്ടോ. അപ്പം
അയ്യോ മാറ്റാൻ ബ്ലോക്ക് എടുത്തില്ല. മേലോട്ട് ഇങ്ങനെ വരാം. സ്റ്റോണെങ്കിൽ സ്റ്റോണ് കുറച്ച് കോളുണ്ട്. നമുക്ക് തൽക്കാലം നമ്മളെ എല്ലാ സ്ക്രൂസ് ആയതുകൊണ്ട് നമുക്ക് ബെറിച്ചെടുക്കാം. ബെറിച്ചാണ് ബാങ്ക് ഇത്ര മതി. ഇതാണ് നമ്മൾ സെറ്റപ്പ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എത്ര മതിയാവും? ഗ്യാപ്പോ ഒന്നൊക്കെ മതി. ഇനി ഒരു ഇവിടെയും കൂടെ വെക്കാം. ലാഡർ ഇതാണ് നമ്മളെ ഈ കോളൊക്കെ എടുക്കട്ടെ. ലാഡറാണ് മുറിച്ച ലാഡർ അടക്കാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് ബ്ലോക്ക് എടുക്കാം. എന്താണ് ഫുള്ള് ബഗ്ഗടിച്ചല്ലോ. ഇവിടുന്ന് കുറച്ച് ബ്ലോക്ക് എടുത്തിട്ട് അതും ഇതാക്കാം. ബെറിച്ച് ഇങ്ങോട്ട് വരാൻ ഇതുണ്ടാവും. ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് കൂടെ എടുക്കാം. നമുക്ക് ഇനി അതും കൂടെ ബെറിച്ചാക്കാം. മൊത്തം കിട്ടുള്ളത് ഇവിടെ അടിയിൽ എന്താണെന്ന് തീരുമാനിച്ചില്ല. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അടിയിലാക്കിയല്ലേ ലെതർ പോർട്ടലൊക്കെ പിന്നെ ഇവിടുന്ന് ഇപ്പം എന്ത് ചെയ്യും? ഇവിടുന്ന് 3 ആക്കാം. 3 ഇനി ഇങ്ങോട്ടേക്ക് 3 ബ്ലോക്ക് ആക്കാം. ടോർച്ച് എടുത്തില്ല. ടോർച്ച് വേണമെന്നില്ല. ടോർച്ച് കണ്ടതുകൊണ്ട് പരിപാടി ഫുള്ള് തന്നെ തീർക്കാൻ കഴിയുമെന്ന് അറിയില്ല. എന്നാലും നോക്കാം. ഇവിടെ നിന്ന് എടുക്കട്ടെ. മേലേന്ന് ഒരു ലെയർ മേലേന്ന് 2 ലെയർ എടുക്കാം. ഇങ്ങനെ തൽക്കാലത്തേക്ക് ഇപ്പം ഫുഡ് ഫാർമിന് കുറച്ച് ലെയർ മതിയാവും. പക്ഷെ ഇങ്ങനെ ആക്കാം. ഇത് ഫുള്ള് ബെറിച്ച് കൊണ്ട് തന്നെ കവർ ചെയ്യാം. ഒരു ബെറിച്ച് മയം അടി മാറ്റാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ അണ്ടർഗ്രൗണ്ടിൻ്റെ ഏകദേശം പാറ്റേൺ ആയിരുന്നു ഉദ്ദേശിക്കണേ. ഇങ്ങനത്തെ ഒരു ഇതാണ് സ്റ്റോൺ ബ്രിക്കും. ഇങ്ങനെ ഇതാണ് നമുക്ക് 2-3 ഇതേക്കുന്ന ഇങ്ങനെ കൊണ്ടുപോകാം. അതാണ് ആദ്യം ഉദ്ദേശിക്കണേ. ഈ രസമുണ്ടോ ഇല്ലയെന്നൊന്നും കേട്ടോ. പിന്നെ മേലെത്തും. അത് നമുക്ക് ഗ്രാസ് ഇല്ലാണ്ട് അവിടെ ഒരു പ്രശ്നമില്ല. ഗ്രാസ് വെക്കാം. അപ്പം ബാക്കി നമ്മൾ കുറച്ച് മേലെ ഒരു മാസം എത്തി. പിന്നെ ഒരു സ്ഥലം കൂടെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിങ്ങനെയാണ് അപ്പം പ്ലാൻ ചെയ്യണം. അണ്ടർഗ്രൗണ്ട് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും വഴിക്ക് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. അതാണ്. അപ്പം ഞാൻ ഇനി അടുത്ത് ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫസ്റ്റ് 2 എൻട്രൻസ് ആയിട്ട് അടുത്ത ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ട് അപ്പം നമ്മളില്ലേ കുഴിച്ച് പോയപ്പോൾ മലയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ സ്റ്റോൺ എടുക്കുമ്പോൾ മല കാണിച്ചിട്ടാ. നമ്മളെ വില്ലേജ് ഇതാണ് വില്ലേജ്. ഞാൻ സ്റ്റോൺ എടുത്ത് വരും ഇതാ. അപ്പോൾ പിന്നെ മനസ്സിലായ ആ കുഴി കണ്ടപ്പോൾ മനസ്സിലായ ഇവിടെ ഞാൻ കുഴിക്ക് വന്ന സ്ഥലമാണ്. രാത്രിയാണ് പോയി കിടന്നത്. ഇതപ്പം ഈ മലേൻ്റെ അടയ്ക്കേണ്ടി വരും മല. നമുക്ക് എന്താ ചെയ്യാം? ബാക്കി പണി തുടങ്ങാം. നമ്മളില്ലേ ഇവിടെ ലൈറ്റായിട്ട് വെക്കണേ. കാർഡ് പംകിൻ്റെ ജക്കോലാൻ്റെ ആണ്. പിന്നെ നോക്കുമ്പോൾ ആകെ 5 പംകിനുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് ട്രീ ഫാർമും പൊട്ടറ്റോ ഫാർമും ആണ്. ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ട്രീ ഫാർമും പൊട്ടറ്റോ ഫാർമല്ല, എന്താ പറയുക, മറ്റേ പംകിൻ ഫാർമും എന്നിട്ട് ഫുഡ് ട്രീ ഫാർമുമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനെ കാർവ് ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും. അതെടുത്ത് ടോർച്ച് ഇട്ടാൽ നമുക്ക് വളരെ ഭംഗിയുള്ള ജക്കോലാൻ്റെ കിട്ടും. പക്ഷെ ഇങ്ങനത്തെ ഹാലോ വീറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഓടായിരുന്നു. അയ്യോ ടാറ്റാ അൽക്ക് പെട്ടെന്ന് വീഴാതിരിക്കല്ലേ ട്രാപ്പ് ഡോർ വെച്ചൂടെ? ഹൽക്കിയോ? ട്രാപ്പ് ഡോർ ഇല്ല, കുഴിക്ക് വെച്ചൂടെ? ആ ട്രാപ്പ് ഡോർ വെക്കാം. അത് എന്താ ആർക്കറിയാം. ജക്കോലാൻഡോടെ നമുക്കെങ്കിലും ഇന്ന് ജക്കോലാൻഡോൻ്റെ ഫാം ഉണ്ടാക്കിയിട്ട് കുറച്ച് ആവൂലേ. അപ്പോൾ ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ. പിന്നെ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റെപ്പ് ആക്കിയിട്ട് ആ കുഴിച്ച് അടിയിക്കുമ്പോൾ എന്താണെന്ന് ചെയ്യാനില്ല. അപ്പം ഈ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പരിപാടി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയില്ല, ഇനിയുണ്ട്. പിന്നെ ഫാം ഉണ്ടാക്കാം, വലിയൊരു കുഴി ഒഴിക്കണം. ഫസ്റ്റ് നമുക്ക് ഫാം ഉണ്ടാക്കാം. പംകിൻ ഫാം ഉണ്ടാക്കാം.
അതിന് മുന്നേ ഒന്നൊക്കെ പോയി കിടന്നുറങ്ങട്ടെ. പിന്നെ പറയുമ്പോൾ നമ്മൾ 50 ദിവസം കഴിഞ്ഞിരിക്കണം. പിന്നെ ഇത് ഈ 55 ദിവസം. അപ്പം പിന്നെ നമ്മൾ ഈ സ്ഥലത്തെ പ്രത്യേകത ഇതൊരു സ്കെൽട്ടൺ ഫാമാണ് നമ്മുടെ സ്ഥലം. അപ്പം തന്നെ എനിക്ക് 20 വില ബോൺവീലൊക്കെ ആക്കി ഇതൊക്കെ നട്ടനാണ്. എന്നിട്ടും ബാക്കി ഇപ്പോൾ 20 ബോണറ്റുണ്ട്. പിന്നെ ഞാൻ കുറേ സ്കെൽട്ടനെ കൊന്നിട്ട് അമ്പ് കുറേ കിട്ടി. താക്ക് കമ്പേഴ്സ് ഫുൾ അമ്പും ഏകദേശം വില്ല് അല്ല അമ്പ് 14 വില്ല് കുറച്ചുണ്ട്. അതാ പറഞ്ഞില്ല അപ്പത്തേക്ക് സ്കെൽട്ടൺ നമുക്ക് ഇവിടെ കൂടുതൽ അതുണ്ടോ എന്നും ഉണ്ടാവും ഇവിടെ. എന്നും ഒരു 3 എണ്ണം വന്നോണ്ടിരിക്കും. 3 ഒന്നല്ല പിന്നെ ഇപ്പം മരം ഉണ്ടായിട്ട് തണലും ആവും. അതുകൊണ്ട് തീ പിടിക്കില്ല. അപ്പം നമുക്ക് മുമ്പ് കൊല്ലുമ്പോൾ കൊള്ളും. കൊല്ലാനും എളുപ്പം. അതിൻ്റെ അമ്പ തന്നെ ഷീൽഡ് പിടിച്ച് നിന്നാൽ മതി. ഹലോ തീർന്നില്ല ഇപ്പോൾ തീർന്നോളൂ. അതെ പിന്നും അമ്പിട്ടി എന്താ കളയാ ഡർട്ട് കളയാം. ഡർട്ട് എപ്പോഴും ആവശ്യത്തിന് അധികം ഉണ്ടാവും. അപ്പം നമ്മളിന്ന് വലിയൊരു കുഴി നമ്മൾ ഇൻവെൻ്ററി ഒന്ന് റെഡിയാക്കിയിട്ട് വേഗം പോയി വലിയൊരു കുഴി വെച്ചിട്ട് വരാം. പംകിൻ പാവിൻ്റെ കുഴി വെച്ചാണ്. ഏകദേശം ഇത്ര തീർട്ടും ഇത്ര ഷോണാണ് കിട്ടിയത്. വിശപ്പം ഇത്ര വലിപ്പം കാരണം ഒന്ന് എക്സ്ട്രാ അടിക്കും മേലേക്ക് വെച്ച് കാരണം ഡെക്കറേഷൻ്റെ ബ്ലോക്ക് ചെയ്തല്ലേ. നമുക്ക് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഏകദേശം നമ്മളെ ബിൽഡ് കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. നമുക്ക് ചെയ്യാനുള്ള ഈ സീഡ്സൊക്കെ പോയി നടാനുള്ള മാത്രമാണ്. ഏകദേശം എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണാം. കാരണം ഇപ്പോൾ നിലവിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ സെറ്റപ്പ് കേട്ടോ. ഇതാണ് നമ്മളെ ബിൽഡ് എങ്ങനെ ഉണ്ടെന്ന് ഇഷ്ടം ചെയ്യാം. ഇവിടെ നെറ്റൊക്കെ പംകിൻ ബാക്കോട്ടായിട്ട് വളരെ അതിനാണ് 2 ബ്ലോക്ക്. പിന്നെ ഒറ്റ ട്രിപ്പിൽ നമുക്ക് 14 പംകിൻ കിട്ടും. ഇപ്പോൾ നിലവിലത്തെ ഉപയോഗത്തിന് അത് തന്നെ ധാരാളം എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.